സൂപ്പർ പടം. ഇതാണ് വേണ്ടത്. എമ്പുരാനോ കുമ്പുരാനോ അല്ല, ഇതാണ് പടം. പടം പൊളി. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? ഞാനൊരു മോഹൻലാൽ ഫാനാണ്. മാനായിട്ട് അഭിനയിക്കാൻ അറിഞ്ഞാത്തവരൊന്ന് വന്ന് കാണുക, തിയേറ്ററിൽ വന്ന് കാണുക, ഫാമിലിയോടെ വന്ന് കാണുക. ഒരു വയലൻസോ ഒരാൾക്ക് കണ്ടിരിക്കാൻ പറ്റും. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. അണ്ണ ഇങ്ങനെ താടി വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. എന്താണ് ഷോഫനയുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ശോഭനയുടെ കുറെ നാൾ ശേഷമുള്ളൊരു നല്ല പടം. ഈ ഇതിലെ ഒരു പ്രൊമോ സോങ്, തമിഴ് ടച്ച് ക്യാരക്ടറാണ്. ഒരു പ്രൊമോ സോങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പ്രൊമോ സോങ് ഇല്ല കേട്ടോ. അതില്ലേ? ഇല്ലില്ല. ഫൺ എലമെന്റ്സ് ഒക്കെ വർക്ക് ആയിട്ടുണ്ടോ? ഫസ്റ്റ് ഹാഫില് നല്ല ചെറിയ കോമഡി എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ഉണ്ടോ? ഓക്കെ ബ്രോ, താങ്ക് യു. എല്ലാവരും കാണോ? ഓക്കെ. എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്ന് അറിയാം. നീ കാറിന് വേണ്ടിട്ടേ ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കടന്ന് വട്ടം വട്ടം കറങ്ങും. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാറേ, എന്റെ കാർ കിട്ടൂല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പടം തൂക്കി. ഈ പ്രാവശ്യം മോഹൻലാൽ കൊണ്ടുപോയി. ആ, ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിരിപ്പിച്ചും തമാശ രീതിയിൽ കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേന് നമുക്ക് ഒരു ഐഡിയ തരാത്ത രീതിയിലാണ് പടം കൊണ്ടുപോയിരിക്കുന്നത്. എന്താണെന്ന് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന കണ്ടത്. ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മോഹൻലാൽ തൂക്കിയിരിക്കുന്നു. ഫൈറ്റ് എല്ലാം ഉണ്ടല്ലേ? ഫൈറ്റും എല്ലാം ഉണ്ട്. രോമാഞ്ചം. ഗൂസ്ബംസ് ഉണ്ടായിരുന്നു. ഒരു പടത്തെ ഇങ്ങനെ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അത്ര ആകാംക്ഷയോടെ അതിന് കണ്ടത്. സ്ക്രീനിൽ 2.25 മണിക്കൂർ ഒരു മോഹൻലാൽ സിനിമ കണ്ടിട്ട് സാധാരണ നമ്മൾ പറയും നെഞ്ചും വിരിച്ച് ഇറങ്ങി വരും. അത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നത് മാത്രമല്ല, മനസ്സ് നിറഞ്ഞ് കണ്ണ് കലങ്ങി എച്ചാതി പടം. അതായത് ഒരു സിനിമ, നമ്മുടെ സിനിമയുടെ മാജിക് എന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യിലെ കെട്ടിയാ കിളി പോവും. പണ്ടൊരു പുലിമുരുകൻ കാട്ടി ഇറങ്ങി, ഇന്നൊരു ഒറ്റ കൊമ്പ് ഇറങ്ങി. മഴ നനയാലല്ലോ കുട്ടിച്ച. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വന്നാൽ തരൺമൂർത്തി 100% ചെയ്തിട്ടുണ്ട്. ഗംഭീര പടം. എനിക്ക് ഇതിനപ്പുറത്ത് വേർഡ്സ് പറയാനില്ല. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. എന്ത് പറയാൻ, ഇതൊക്കെയാണ് വില്ലേ. മറ്റേ ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞ അവനെ കൊണ്ടുവച്ച് ഗോപാലത്തിനെ കാണിച്ചതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തന്നെയാണ് പടം. ഇതിന്റെ അയാൾ ഒരു അന്യായ പെർഫോമൻസ്. പക്ഷെ ആ പഴയ വിന്റേജ് ലാലേട്ടനെ കാണാൻ പറ്റി. ആൻഡ് അതങ്ങനെയാണ്.